എന്നിട്ട് ഇതാ കഴുകുക. ഫസ്റ്റില് കഴുകി എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് ഒരു കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകുക. എന്തെങ്കിലും കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഒഴുകിയിട്ട് പോകും. അങ്ങനെ നമ്മൾ എന്താക്കുക, ഓറഞ്ച് എടുത്ത് ഇങ്ങനെ വെക്കുക ബോർഡിന്റെ മുകളിൽ. ആ മുത്തിന്റെ ഭാഗം ചെറുങ്ങനെ ഒന്ന് പീസ് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഓറഞ്ചിനെ സെന്ററിലൂടെ ഇവിടെ പീസാക്കുക. ഇങ്ങനെ പീസാക്കിയതിനു ശേഷം നമ്മൾ വീണ്ടും സെന്ററിലൂടെ നാരങ്ങ ഇങ്ങനെ മുറിക്കുക. മുറിച്ചല്ലോ. പിന്നെ നമ്മൾ ഇതിപ്പോ 2 കഷ്ണങ്ങളാണ് കിട്ടിയത്. ഈ 2 കഷ്ണത്തിനെ നമുക്ക് 4 കഷ്ണങ്ങളാക്കി മാറ്റാം. ഇതിപ്പോ ഒരു കഷ്ണം, ഇതിപ്പോ 4 കഷ്ണങ്ങളായി മാറി. അഥവാ നമുക്ക് വീണ്ടും ഇതിനെ 5 പീസാക്കി എടുക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഇത് 5 പീസാക്കി എടുക്കാം. ഇതാണ് ഓറഞ്ച് മൂവി എന്ന് പറയാം. ഇതിനാണ് നമുക്കിങ്ങനെ ഇത് തോലില്ലാണ്ടും ഇങ്ങനെ മുറിക്കാം. എങ്ങനെ അതൊന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നാരങ്ങ മുറിക്കുന്നത് അല്ലേ, തോലില്ലാതെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആപ്പിൾ എടുക്കുവാണെങ്കിൽ ആപ്പിൾ ഇതിന്റെ സെന്ററിൽ വെച്ചു കൊടുക്കുക. ആപ്പിൾ ഉണ്ട് എടുത്തരാ, അറിയില്ല, അതറിയില്ല. ഇങ്ങനെ വെച്ചതിന് ശേഷം സെന്ററിൽ നമ്മൾ മുന്തിരികൾ ചെയ്യുക. മുന്തിരി എടുക്കുക. എടാ ഓറഞ്ച് ഇങ്ങെടുത്ത മുറിച്ചു വെക്കാലോ. ഷമ്മാമ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ എന്താക്കുക, ഷമ്മാവിന്റെ തോല് കളയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വെരി നൈസായിട്ട് നമ്മൾ കളയണം. കാരണം വെച്ചാൽ നമ്മൾ ഇത് തിന്നുന്നതാണ്. ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ച് അടിയേ മുറിക്കാൻ പാടുള്ളൂ. എടാ അത് ആയാ, നീ ഉള്ളിവട മുറിക്കൂലേ? ഉള്ളിവട മുറിക്കാനാ? ഉള്ളിവട മുറിക്കാതെ എന്താക്കുന്നു പറ. നീ ആക്കൂല? നിന്റെ ഇത് നോക്കാനാ, നിന്റെ തിന്നൂടെ നമുക്ക്. പാൽപ്പായസം ഉണ്ടാക്കുന്നത്ര പ്രശ്നം വേണ്ട, ഉള്ളത് മതി. പാൽപ്പായസം പാൽപ്പായസം കുടിക്കാറുണ്ടോ? എടാ പാൽപ്പായസം നല്ല രസമാണ്. റഫീഖ മുന്തിരി ഇതാക്കണം.